എന്തിനാണ് നമ്മൾ ഹാഷിംഗ് പഠിക്കുന്നത് അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എലമെന്റ് സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കും, നമുക്ക് ഡാറ്റ സ്ട്രക്ചറുള്ള എലമെന്റ് സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ സപ്പോസ് നമ്മൾ അറയ്ക്കാത്ത ഒരു എലമെന്റ് സെർച്ച് ചെയ്യണം, അതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ അറയ്ക്കാത്ത എലമെന്റ് കിട്ടുക ഓഫ് എന്നിനായിരിക്കും അല്ലേ. nth പ്രാവശ്യം നമ്മൾ സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, എലമെന്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ഓഫ് n ആണ് അതിന്റെ എന്ത് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമ്മൾ ഇതിന്റെ ബൈനറി ട്രീ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി ബൈനറി ടൈം കോംപ്ലക്സിറ്റി ഓഫ് log n. സപ്പോസ് ഈ ഒരു അറയ്ക്കകത്ത് ഒരു 2 raised to 10 എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ അറയ്ക്കകത്ത് 2 raised to 10 അത്രയും എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എലമെന്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും, അറയ്ക്കകത്ത് 2 raised to 10 ആയിരിക്കും. 2 raised to 10 കോമ്പിനേഷൻസ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു ബൈനറി ഡേറ്റ കേസിലാണെങ്കിൽ അവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ log n ആണ്. log n എന്ന് പറയുമ്പോൾ log of 2 raised to 10 എത്ര വരും? log a raised to n എന്ന് പറഞ്ഞാൽ എന്താണ്, n log a raised to n. അപ്പോൾ എന്ത് വരും, 10 log raised log 2 എന്ന് വരും. log 2 ഒരു പോയിന്റ് സംതിങ് വാല്യൂ ആണെന്ന് പറയാം. ഏകദേശം ഒരു 10 പ്രാവശ്യം സെർച്ച് സാധനം കിട്ടും അല്ലേ. അപ്പോൾ വ്യത്യാസമാണ്. അതൊക്കെയാണ് നമ്മൾ 2 raised to 10 പ്രാവശ്യം സെർച്ച് ചെയ്യേണ്ട സാധനം ബൈനറി ട്രീ നമ്മൾ എത്ര ആയിട്ട് മാറി, 10 ആയിട്ട് മാറി. നമുക്ക് ഇവിടെ ഒരു സമാധാനം മതി. നമുക്ക് ഇനി ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി കുറയ്ക്കണമെന്നുള്ളവരാണ് നമ്മൾ അത്ര വിളിച്ചത് ഹാഷിംഗ് ഇൻട്രൊഡ്യൂസ്. ഹാഷിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഹാഷിംഗ് എന്ന് നോക്കാം. അപ്പോൾ ഇനി ഹാഷിംഗ് ഇത് അപ്ലൈ ആയോ എന്ന് ചോദിച്ചാൽ ഈ ഓറൈസ്ഡ് 1 തന്നെ ഹാഷിംഗ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കേസിലും ഇല്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് എന്ത് കിട്ടും, ഓറൈസ്ഡ് 1 തന്നെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കിട്ടും. ഇനി എന്താണ് ഹാഷിംഗ്? സോ ഹാഷിംഗ് പറഞ്ഞപ്പോൾ നമുക്ക് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയാം. ഹാഷ് ഫംഗ്ഷൻ. സോ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാക്സിമം നമ്മൾ ഫംഗ്ഷൻ എടുക്കും. എന്താ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, ആ ഇൻപുട്ടിനനുസരിച്ച് അതിൻ്റെതായ അതിനൊരു കാൽക്കുലേഷൻ നടത്തുന്ന ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ അതേപോലെ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷനാണ്. നമ്മൾ f of k എന്ന് എഴുതുന്നത്. ഈ k മീൻസ് കീ. ഓക്കെ, നമുക്ക് എന്താണ് സെർച്ച് ചെയ്യണതാണ് കീ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് എൻ്റെ പേര് എഴുതി ആർക്കായിട്ട് അവിടെ ഉണ്ട്, അത് സെർച്ച് ചെയ്യണമെങ്കിൽ സനാസ് ആണ് കീ. ക്ലിയർ ആണോ? അപ്പൊ k എന്ന് വെച്ചാൽ എന്താണ്, കീ. അപ്പൊ നമ്മളിവിടെ അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇതാണ് എൻ്റെ അറേ എന്ന് പറയുന്നത്. ഇതിനകത്ത് 10 സ്പേസ് ഉണ്ട്. ഓക്കെ, 0 മുതൽ 9 വരെയുള്ള ഒരു അറേയാണ്, അല്ലെങ്കിൽ ഹാഷ് സംഭവമാണത്. അതിനകത്ത് 10 സ്പേസ് ഉണ്ട്. അപ്പോൾ സപ്പോസ് ഞാനിവിടെ ഒരു കീ കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷനകത്ത് എന്തോ ഒരു കാൽക്കുലേഷൻ നടന്നിട്ട് ഈ 0 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടും. അപ്പൊ ആ വാല്യൂ ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് സ്റ്റോർ ചെയ്യും. അതിനുള്ള ഗുണമുണ്ടാകും. അതുകൊണ്ടുള്ള ഗുണമുണ്ടാകും. ഞാൻ പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഈ വാല്യൂ പിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് എവിടെ ഇത് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആണ് സപ്പോസ് ഇപ്പോ ഞാൻ ഹാഷ് ഫംഗ്ഷൻ എഴുതി കാണിച്ചു തരാം. ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോ k മോഡ് m ആണ്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് എത്ര? 9 അല്ല, 9 0 മുതൽ തുടങ്ങിയിരിക്കുന്നത് എത്ര സൈസ്? 10. സപ്പോസ് ഞാൻ വാല്യൂ കൊടുക്കുകയാണ്, ഇവിടുത്തെ കീ ഞാൻ 20 കൊണ്ട് കൊടുക്കുകയാണ്. f of 20 അല്ല മോഡ് ഓഫ് 10 8 9 എന്റെ ടേബിൾ 21 ഇല്ല 20 എത്ര ഒരാളാണ്. അപ്പൊ മോഡ് 1. അപ്പോ ഈ 21 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ നേരെ ഒന്ന് സ്റ്റോർ ചെയ്യും. ഈ 21 എന്ന് പറഞ്ഞ വാല്യൂ നേരെ ഒന്ന് സ്റ്റോർ ചെയ്യും, 1 ആണ് സ്റ്റോർ ചെയ്യും. സപ്പോസ് ഞാൻ എടുക്കുന്ന വാല്യൂ 52 മോഡ് എത്രയാണോ അതിന്റെ സൈസ് അതാണ് നോക്കിയത്. എത്ര ആളുടെ സൈസ്? 10. 52 മോഡ് എന്നതാണ് 2. അപ്പൊ 52യുടെ വാല്യൂ നമ്മൾ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യണം? 2 ൽ കൊണ്ട് സ്റ്റോർ ചെയ്യണം. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും
ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് 52 ഇതിനകത്ത് സെർച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഹാഷ് ഫംഗ്ഷനകത്ത് 52 വാല്യൂ കൊടുത്താൽ അപ്പൊ അയാൾക്ക് ഔട്ട്പുട്ട് തരും 2 മനസ്സിലായോ? മറ്റേ ആർക്കകത്ത് എങ്ങനെയാണ് നമ്മൾ ആദ്യം A0 സെർച്ച് ചെയ്യണം, A1 സെർച്ച് ചെയ്യണം, A2 സെർച്ച് ചെയ്യണം, A3 സെർച്ച് ചെയ്യണം, ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകണം. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് ഈ വാല്യൂ കൊടുത്താൽ മതി. വാല്യൂ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇവിടെ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും. ആ സ്ഥലത്ത് എന്ത് വേണം, നമ്മുടെ വാല്യൂ മനസ്സിലായോ? അപ്പൊ അറിയേണ്ട കേസാണ് 52 എനിക്ക് ഡാറ്റ A1 കിട്ടാൻ ആർക്കുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, A0 ചെക്ക്, A1 ചെക്ക്, 2 ചെക്ക്, അങ്ങനെ എവിടെ വരെ ചെക്ക് ചെയ്യണം, 8 ചെക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കേസ് ഇല്ല. ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനകത്ത് ഈ 52 എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ട് നമുക്ക് ഡാറ്റ എന്ത് കിട്ടും, ചോദിക്കുക. അത് മൂന്നാമത്തെ നമുക്ക് ഞാൻ ഒരു ഒറ്റ പ്രാവശ്യം ചെയ്യാം, ഓരോ കാണുന്ന ഒറ്റ പ്രാവശ്യത്തെ സാധനം ക്ലിയർ ആണോ? അപ്പോ ഇങ്ങനെയാണ് ഒരു ഹാഷിംഗ് വർക്ക് ചെയ്യുക. ഒരു ഹാഷ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം. എന്തായിരിക്കും ഹാഷ് ഫംഗ്ഷൻ? 35 ഇതാണ് ഹാഷിംഗ് ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി ഹാഷിംഗിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഈ ഹാഷ് ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കീസ് ഞാൻ കുറച്ച് കീസ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് ബോക്സിൽ വെക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോ നമ്മുടെ കീസ് ഇതാണ് 11 22 58 63 41 29. ഒന്നാകാൻ പറ്റും. ഈ വാല്യൂസ് എവിടെ സ്റ്റോർ ചെയ്യുന്നു നമുക്ക് എപ്പോഴും ഇതിന്റെ വാല്യൂസ് ഇതിന്റെ സൈസ് രണ്ടാമത് എടുത്ത് വെച്ച് ചെയ്യാൻ എളുപ്പമായിട്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ സൈസ് 11 ആണെങ്കിൽ ഫോൺ 11 ചെയ്യണം, സൈസ് 12 ആണെങ്കിൽ ഫോൺ 12 ചെയ്യണം. ഓക്കെ അല്ലേ? ചെയ്യാം. അപ്പൊ ഇത് എളുപ്പമായിട്ടാണ് ഞാൻ ഇതിന് പറഞ്ഞത്. ഇതാകുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാം. So 11 f of 11 എന്ത് കിട്ടൂടാ, 11 mod 10 എത്ര ആൻസർ കിട്ടാ 1. അപ്പൊ 1 ന് ആയിരിക്കും 11. f of 22 എന്ന് പറഞ്ഞാൽ 22 ന് 10 വെച്ച് എന്ത് ചെയ്യാം, മോഡ് 10 വെച്ച് സൈസ് 60 10 വെച്ച് അതിന്റെ സൈസ് 22 മോഡ് 10 കിട്ടും 2 അതേപോലെ ഇതുവരെ ഹാഷ് ഫംഗ്ഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കുറച്ച് വാല്യൂസ് ആണ് തന്നിരുന്നത്. ഓക്കെ അല്ലേ? ഇനി സപ്പോസ് ഞാൻ ഇതിനുള്ള ഒരു വാല്യൂ വരുന്നുണ്ട് 53 എന്തോ 53 ഇട്ട് കഴിഞ്ഞാൽ 53 മോഡ് 10 എന്ന് പറഞ്ഞത് 3 ആണ്. പക്ഷെ 3 ഓൾറെഡി എന്തുണ്ട്, ഒരു വാല്യൂ. അപ്പോൾ അവിടെ 63 എന്ന വാല്യൂ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒരേ രണ്ട് വാല്യൂസിന് ഒരേ വാല്യൂ തന്നെ ഔട്ട്പുട്ട് വരും. രണ്ട് ഇൻപുട്ടിന് ഒരേ വാല്യൂ തന്നെ ഔട്ട്പുട്ട് വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് കോളിഷൻ. നമ്മൾ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫംഗ്ഷനിൽ ഒരേ രണ്ട് വാല്യൂസ് ഡിഫറെന്റ് വാല്യൂസ് ഈ രണ്ട് വാല്യൂസിനും ഒരേപോലത്തെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ വിളിക്കുന്നവരാണ് കോളിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കോളിഷൻ എന്ന് പറയുമ്പോൾ അവിടെ കോളിഷൻ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാഷിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യും. ഈ കോളിഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, കോളിഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ആ ടെക്നിക്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ടെക്നിക്സ് യൂസ്ഡ് ഫോർ അവോയ്ഡിങ് കോളിഷൻ. 3 ടെക്നിക്സ് ഉണ്ട്. സോ 4 ടെക്നിക്സ്. ഒന്ന്
ലീനിയർ പ്രോബിംഗ്. രണ്ട് ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. മൂന്ന് ഡബിൾ ഹാഷിംഗ്. നാല് ചെയിൻ. ഓക്കെ അല്ലേ? നാല് മെത്തേഡ് ആണോ? ഒന്ന് ലീനിയർ പ്രോബിംഗ്, ക്വാഡ്രാറ്റിക് പ്രോബിംഗ്, ഡബിൾ ഹാഷിംഗ്, ചെയിൻ. സോ ഞാൻ ഇപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ലീനിയർ പ്രോബിങ്ങിനെ പറ്റി, ക്വാഡ്രാറ്റിക് പ്രോബിങ്ങിനെ പറ്റിയാണ്. ബാക്കിയുള്ളത് വായിക്കാം. സോ നോക്കാം എന്താണ് ലീനിയർ പ്രോബിംഗ്, എന്താണ് ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. സോ ലീനിയർ പ്രോബിംഗ് നമ്മൾ നേരത്തെ കേസ് തന്നെ വന്നിട്ടാണ് നമ്മുടെ പൊളിച്ചു പോകുന്നത് അല്ലേ? അപ്പൊ പൊളിച്ച് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? f of a is equal to a mod m. m എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് m. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ ചെറിയൊരു മാറ്റം വരും. നമ്മൾ പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. f of a i. i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വേർഡ്സ്. i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വേർഡ്സ്. എത്ര പ്രാവശ്യം വിളിച്ചു? ഇപ്പൊ എത്ര പ്രാവശ്യം വിളിച്ചു? ഒരു പ്രാവശ്യം. അതിന്റെ വാല്യൂ എന്താ? 1. അപ്പൊ f of k of i. ഇതിന് ഇക്വേഷൻ കണ്ട് ഭയങ്കര സിമ്പിൾ ആണ്. നോക്കിക്കോ. ആദ്യം നമ്മൾ f of k എടുത്തത്. ഈ f of k നമ്മൾ ഇവിടെ കിട്ടുന്ന വാല്യൂ ഇല്ലേ? ആ വാല്യൂ ഇവിടെ ഒന്നും ഇല്ല. സോറി i ഇല്ല. ഇവിടുത്തെ i ഒന്നാണ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം? അതിനെ നമ്മൾ എന്ത് വെച്ച് ചെയ്യാം? ഒന്നുകൂടെ പറയാം. f of k of i. ഇവിടെ k ഉണ്ട്, i ഉണ്ട്. i എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് വേർഡ്സ്. എത്ര പ്രാവശ്യം കൊടുക്കണം? ഇപ്പൊ ഓക്കേ 53 ഇവിടെ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 53 ഒരു പ്രാവശ്യം കൊടുക്കണം അപ്പോൾ 4 കിട്ടി. ഇവിടെ പോകുമ്പോൾ പിന്നെ കൊടുക്കാവുന്നില്ലേ? അപ്പോൾ അയാൾ ഒരു 2 ആവും. കാണിച്ചു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുത്തെ കൊടുക്കുന്ന കാര്യം എന്താ? 1. സോ 53 നമുക്ക് f of 53 എഴുതാം. f of 53 is equal to 53 mod 10 that is 3. കൊടുക്കണം. ഈ കൊടുക്കുന്ന എങ്ങനെ ഓടി ടൈപ്പ് ഉപയോഗിക്കാം. f of 53, യുടെ വാല്യൂ എത്രയാണ് കൊടുക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 53, 1 is equal to f of k എന്ന് പറഞ്ഞ ആൻസർ എത്ര വരുന്നത്? f of k യുടെ ആൻസർ എത്ര കിട്ടിയത്? f of k യുടെ ആൻസർ എത്ര കിട്ടിയത്? വേണ്ട, f of k യുടെ ആൻസർ എത്ര കിട്ടിയത്? 3 പ്ലസ് i. യുടെ വാല്യൂ എത്ര? 1. mod 10. 4 mod 10 എത്ര? 4 mod 10. സോ ഈ 53 എന്ന് പറഞ്ഞാൽ നേരിട്ട് എവിടെ വരും? 1. ആണോ? ഈ സപ്പോസ് ഈ 4 വേറെ ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ കൊടുത്താൽ മതിയല്ല, ഇവിടെ കൊടുത്താൽ മതിയല്ല. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്നും എഴുതാം. f of 53 പ്രാവശ്യം യുടെ വാല്യൂ എന്താ? ആദ്യത്തെ കൊടുത്താൽ നേരത്തെ അപ്പോൾ യുടെ വാല്യൂ എന്ത് കൊടുത്തു? 1 കൊടുത്തു. രണ്ടാമത്തെ കൊടുത്താൽ യുടെ വാല്യൂ 2 കൊടുത്തു. യുടെ വാല്യൂ എന്ത് വരും? f of k എത്ര? 3. f of k 3 ആണ്. നേരത്തെ f of k 3 ആണ്. 3 പ്ലസ് യുടെ വാല്യൂ 5 mod 10. 5 എത്ര? ഈ സംഭവം ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ നമ്മൾ എഴുതിയ സംഭവം ഇത്രയേ ഉള്ളൂ. 3 ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 കൊണ്ട് പോകും. 4 ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകും, 5 ലോട്ട് പോകും. 5 ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 ലോട്ട് പോകും. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതായത് എവിടെയാണ് ഫ്രീ സ്പേസ് കിട്ടുന്നത് അവിടെ എന്ത് ചെയ്യും? ഈ വെക്കുന്ന ഓർഡർ ഏതാണോ ആണ് പറയുന്നത്. 53 ആണ് ആദ്യം വെക്കാൻ പോകുന്നതെങ്കിൽ 53 ആണ്. 54 ആണെങ്കിൽ 54.
64 വെക്കുമ്പോൾ അവിടെ പൊളിഷൻ വരും. അപ്പോൾ 64 വേറെ എവിടെയും വരണം. ആദ്യം ഏതാണോ ഉള്ളത് അതിനാണ് വരും. അല്ലാതെ ഇങ്ങനെ 4ന്റെ ഓർഡർ അങ്ങനെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഒന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ പൊളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തൊട്ടടുത്ത സ്ഥലത്ത് നോക്കാം, അവിടെ സ്പേസ് നോക്കാം. ഉണ്ടെങ്കിൽ അവിടെ സ്പേസ് ഇല്ലെങ്കിൽ ഒന്നുകൂടെ എന്ത് ചെയ്യാം? ഒന്നുകൂടെ എന്ത് ചെയ്യാം? സ്പേസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? A of I is equal to f of k plus I mod n. Clear ആണോ? ഒന്ന് നോട്ട് ചെയ്തിട്ട് f of k of I is equal to f of k plus I. അതാണ് ലീനിയർ പ്രോബിംഗ് എന്ന് പറയുന്നത്. ഈ ലീനിയർ പ്രോബിംഗിൽ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. അതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാം. ലീനിയർ പ്രോബിംഗിന് 100% നല്ല സാധനമാണെങ്കിൽ പിന്നെ കോൺട്രാക്ട് പ്രോബിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ കീസ് തരാം. നിങ്ങൾ ആ കീസ് 49 53 98 31 10 33 ഓക്കെ. ഒന്ന് ഞാൻ അറിയാൻ ചെയ്യാമല്ലോ. ഈ കീ എവിടെയാണ് വെക്കേണ്ടതെന്ന് അറിയാൻ ചെയ്യാമോ? RSS എത്ര? RSS എത്ര? സൈസ് M എത്ര? 49 ആണ്. 10. എപ്പോഴും മോഡ് തന്നെ ചെയ്യല്ലേ. ഇവിടെ ഇപ്പോൾ 10 ആയതുകൊണ്ട് മാത്രമാണ് മോഡ് തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ വാല്യൂ കണ്ടുപിടിക്കുന്നത് 53 98 31 33 10 33 പൊളിഷൻ 33 പൊളിഷൻ വന്നല്ലേ 64 അല്ല നമുക്ക് 33 വെച്ച് നേരത്തെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. 33 എന്ന് തോന്നുന്നു പൊളിഷൻ നമ്മൾ ചെയ്യണം. f of 33 എന്താ f of 33 എന്ന് പറഞ്ഞാൽ 33 mod 10 that is 3. അപ്പോൾ 3 ഓൾറെഡി ഒരു എലമെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊളിഷൻ എന്ത് ചെയ്യണം? ലീനിയർ പ്രോബ്ലം അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഓക്കേ, f of 33 എത്രാമത്തെ പൊളിഷൻ ആണ് അത്? ഒന്നാമത്തെ പൊളിഷൻ. എത്രാമത്തെ പൊളിഷനാണ്? എത്രാമത്തെ പൊളിഷനാണ്? ഒന്നാമത്തെ പൊളിഷൻ. ഓക്കേ, f of 33 1 equal to എന്താ ഇക്വേഷൻ എന്താ? f of 33 plus I. f of 33 plus I എത്ര? 1 mod 10. f of 33 എത്രയാണ്? 3. 3 plus 1 mod 10. That is 4. പക്ഷെ നമ്മൾ 4ൽ പോയി നോക്കിയപ്പോൾ 4ൽ നോക്കിയപ്പോൾ സ്പേസ് ഉണ്ട് അല്ലേ? 4 നമ്മൾ നോക്കിയപ്പോൾ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ 33 എവിടെ കൊണ്ടുവന്നു? 33 എവിടെ കൊണ്ടുവന്നു? 33 എവിടെ കൊണ്ടുവന്നു? 4 ശ്രദ്ധിക്കുക. 64 കൂട്ടില്ല. പിന്നെ കൂട്ടാം. 64 f of 64 എത്ര കിട്ടണം? 4 ആണ് കിട്ടുക. ഞാൻ ഇവിടെ ചെയ്തില്ല. 4 ആണ് കിട്ടുക. പക്ഷെ നമ്മൾ 4ൽ നോക്കിയപ്പോൾ പൊളിച്ചിട്ടുണ്ട്. നീ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ വെച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്കുന്ന ഓർഡർ തന്നെയാണ് പ്രയോഗിക്കുക. ഓക്കെ, അപ്പോൾ പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാൻ ആൻസർ എന്തോ 5 പൊളിച്ചുള്ള ഇക്വേഷൻ നമ്മൾ തരുന്ന ആൻസർ എന്തോ ക്ലിയർ ആണ്. ഇങ്ങനെ പോകുന്ന ഓർഡറിൽ പോകുന്നത് നമ്മൾ ആരെ കൊണ്ടുവന്നു? 64 അല്ലേ? കുഴപ്പമുണ്ടോ? സോ ഞാൻ വേറെ കാര്യം സപ്പോസ് ഞാൻ എന്ത് ചെയ്യാണ്? ഈ 10 എന്ന വാല്യൂ ഇല്ലാതെ 10 എന്ന വാല്യൂ ഇല്ലാതെ ഓക്കെ
59 നമ്മൾ എലമെന്റ് വെക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? f(59) എത്ര കിട്ടുക? 9. പക്ഷേ 9 എന്നുണ്ട് പൊളിഷൻ 9 കഴിഞ്ഞാൽ നമ്മൾ ഏതാ വരുന്നത്? സെന്റർ ഉണ്ടോ? അപ്പോൾ ഇത് സംഭവിക്കും നോക്കാം. നോക്കൂ f(59), എത്രാമത്തെ പൊളിഷനാണ്? എത്രാമത്തെ പൊളിഷനാണ്? 59,1 എന്ത് വരും? f(59) എത്രയാണ്? 9 + 1 മോഡ് 10. അപ്പോൾ 10 മോഡ് 10 0. ഇവിടുന്ന് കറങ്ങി കഴിഞ്ഞാൽ അടുത്ത തിരിച്ച് കറങ്ങി എവിടെ വരും? 0 വരും. അതിനാണ് നമ്മൾ മോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഡിവൈഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കിട്ടുമോ? അതാണ് നമ്മൾ മോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ 10 മോഡ് ആണ് നമ്മൾ അത്ര കിട്ടും 0. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ലീനിയർ പ്രോബിംഗ് എങ്ങനെയാണ് എലമെന്റ് പൊളിഷൻ വന്നു കഴിഞ്ഞാൽ വരുന്നതെന്ന് മനസ്സിലായോ? ലീനിയർ പ്രോബിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിഷൻ മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ ലീനിയർ പ്രോബിംഗ് കൂടുതൽ യൂസ് ചെയ്യാറ്? അല്ലെങ്കിൽ ലീനിയർ പ്രോബിങ്ങിനുള്ള പ്രോബ്ലം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കേ, ആ പ്രോബ്ലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റേഷൻ പ്രൈമറി ക്ലസ്റ്റർ. പ്രൈമറി എന്താണ് പ്രൈമറി ക്ലസ്റ്റർ? ഇവിടെ നോക്കണം. ഇവിടെ ഈ 3 എലമെന്റ്സ് അടുപ്പിച്ച് വന്നേക്കാം. ഇങ്ങനെ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ആ എലമെന്റ്സ് വിളിക്കുന്നവരാണ് ക്ലസ്റ്റർ. ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് വിളിക്കുന്നവരാണ് ക്ലസ്റ്റർ. എലമെന്റ്സ് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കുന്നവരാണ് ക്ലസ്റ്റർ. ഓക്കേ അല്ലേ? ഇതൊരു ക്ലസ്റ്റർ ആണ്. ഇതൊരു ക്ലസ്റ്റർ. ഓക്കേ ആണോ? അപ്പോൾ എലമെന്റ്സ് അടുപ്പിച്ച് വന്നവരാണ് ക്ലസ്റ്റർ. ഈ ക്ലസ്റ്റർ വന്നാണ് സപ്പോസ് ഞാൻ പുതിയൊരു എലമെന്റ് എടുക്കാൻ പോവാണ്. 50. ഓക്കേ അല്ലേ? f(50) എത്ര കിട്ടണം? 50 മോഡ് 10 എത്ര കിട്ടും? 8. എവിടെ വെക്കണ്ടേ? എവിടെ വെക്കണ്ടേ? ഇവിടെ. അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ എന്താ വരുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? f(58, 1) f(58 + 1) മോഡ് 10. അപ്പോൾ എത്ര വരും? 90. പക്ഷെ 90 എന്നുണ്ട് കൊളിഷൻ അവിടെ വെക്കാൻ പറ്റുമോ? അടുത്ത കൊളിഷന്റെ 2 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 0 കിട്ടും. അവിടെ വെക്കാൻ പറ്റുമോ? അവിടെ അടുത്ത കൊളിഷന്റെ 4 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. അവിടെ വെക്കാൻ പറ്റുമോ? അവസാനം നമ്മൾ എവിടെ വെക്കും? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടൈം ഒരുപാട് കമ്പ്യൂട്ടേഷൻ ടൈം കോംപ്ലക്സിറ്റി ചെയ്യും. ടൈം കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ ഒരു തിങ്സ് വന്നു കഴിഞ്ഞാൽ ഒരു കുറേ എലമെന്റ് ക്ലസ്റ്റർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ എലമെന്റിനകത്ത് വെക്കുമ്പോൾ എന്ത് കൂടാൻ ചാൻസ് ഉണ്ട്? ടൈം കോംപ്ലക്സിറ്റി കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ടൈം കോംപ്ലക്സിറ്റി കൂടി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉപയോഗമുണ്ടോ? നമ്മൾ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മാച്ചിങ്. നമ്മൾ ടൈം കോംപ്ലക്സിറ്റി മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്ലസ്റ്ററിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും? അപ്പോൾ ഇത് നമ്മുടെ ലീനിയർ പ്രോബിങ്ങിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്വാഡ്രാറ്റിക് പ്രോബിംഗ് പഠിക്കും. ഓക്കേ ആണോ? നോക്കാം എന്താ ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. ക്വാഡ്രാറ്റിക് പ്രോബിംഗിനുള്ള വ്യത്യാസം ക്വാഡ്രാറ്റിക് ക്വാഡ്രാറ്റിക് പ്രോബിംഗിൽ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഫംഗ്ഷൻസ് ഒക്കെ സെയിം തന്നെ. f(k) = k mod 10 അല്ലെങ്കിൽ k mod m. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫ് k. ഓക്കേ. ഇനി എപ്പോഴെങ്കിലും ക്വാഡ്രാറ്റിക് പ്രോബിംഗിൽ നമ്മൾ ക്ലസ്റ്റർ വരുവാണെങ്കിൽ ക്വാഡ്രാറ്റിക് പ്രോബിംഗിൽ എപ്പോഴെങ്കിലും കൊളിഷൻ വരുവാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? f(k) What do you mean by collision? Number of collisions. The number of collisions equal to f(k). നേരത്തെ അതേപോലെ തന്നെ ഒരേ ഒരു വ്യത്യാസം നമ്മൾ നേരത്തെ i തരേണ്ടത് ഇവിടെ നമ്മൾ എന്ത് എഴുതും? i സ്ക്വയർ. i ക്ക് എന്ത് എഴുതും? i സ്ക്വയർ. അതിലുള്ള വ്യത്യാസം മോഡ് ക്ലിയർ ആണോ? i ക്ക് എന്ത് എഴുതും? i സ്ക്വയർ. i ക്ക് എന്ത് എഴുതും? i
സ്ക്വയർ അതാണ് വ്യത്യാസം. ക്വാഡ്രാറ്റിക് പ്രോബ്ലം ലീനിയർ പ്രോബ്ലം വളരെ വ്യത്യാസമുള്ളൂ. ലീനിയർ പ്രോബ്ലം നമ്മൾ I എന്ന് എഴുതും, ക്വാഡ്രാറ്റിക് പ്രോബ്ലം I സ്ക്വയർ. നോക്കാം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇത് നമ്മൾ മാറ്റുന്നതാണോ? ഓക്കെ, ചോദിക്കണം. നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ നമ്മൾ ലീനിയർ പ്രോബ്ലം യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പൊളിച്ച നമ്പർ 1 കിട്ടി, പൊളിച്ച നമ്പർ 2 കിട്ടി, പൊളിച്ച നമ്പർ 3 കിട്ടി, പൊളിച്ച നമ്പർ 4 കിട്ടി. ഓക്കെ അല്ലേ? 4 പൊളിച്ച കഴിഞ്ഞ ശേഷമാണ് നമുക്ക് സ്ഥലം കിട്ടിയത്. 4 പൊളിച്ച് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയത്. പക്ഷേ ലീനിയർ പ്രോബ്ലം നമുക്ക് വ്യത്യാസം നോക്കാം. സപ്പോസ് f of 58 വെക്കണം, 58 വേണം, f of 58 ഫസ്റ്റ് കൊടുത്തു, f of 58 plus ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് f of 58 എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ്. 1 ന്റെ സ്ക്വയർ അതിന്റെ സ്ക്വയർ എടുക്കട്ടെ, 1 ന്റെ സ്ക്വയർ എടുക്കണം, 1 ന്റെ സ്ക്വയർ എടുക്കണം, മോഡ് എത്ര കിട്ടും? f of 58 എന്ന് പറഞ്ഞാൽ 8 plus 1 9. പക്ഷെ നമുക്ക് എന്ത് കിട്ടിയില്ല? സ്പേസ് കിട്ടിയില്ല. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ f of 58 എന്ത് കിട്ടും? f of 58 plus 2 അല്ലേ? അതിന്റെ വാല്യൂ എത്ര? 2. 2 ന്റെ എന്ത് എടുക്കണം? സ്ക്വയർ മോഡ് 10. പറ f of 58 എന്ന് പറഞ്ഞാൽ 8 plus 2 10. 10 ന്റെ സ്ക്വയർ 10 മോഡ് 10 എന്ന് പറഞ്ഞാൽ എത്ര? 8 ആണ്. 8 plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. 12 മോഡ് 10 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ചാടി എങ്ങോട്ടാണ്? തൊട്ടടുത്ത വാല്യൂസിലോട്ടല്ല പോകുന്നത്. 0 കഴിഞ്ഞാൽ നേരെ 2 വണ്ടി 1 കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ 9. അപ്പോൾ ക്ലസ്റ്ററിൽ പെടുന്ന ബുദ്ധിമുട്ടില്ല. മനസ്സിലായോ? അടുപ്പിച്ച് എലമെന്റ് വന്നു കഴിഞ്ഞാൽ ക്ലസ്റ്ററിൽ പെടുന്ന ബുദ്ധിമുട്ട് എവിടെയില്ല? ക്വാഡ്രാറ്റിക്കിൽ ഇല്ല. ലീനിയറിൽ അടുത്തടുത്ത എലമെന്റ്സിലൂടെ പോവാം. പക്ഷെ ക്വാഡ്രാറ്റിക്കിൽ 1 ചാടും, പിന്നെ 3 ചാടും, പിന്നെ 8 ചാടും, ഇങ്ങനെ പോകും. ക്ലിയർ ആണ്? അപ്പോൾ ക്ലസ്റ്ററിൽ എത്തിയില്ല, ക്ലസ്റ്ററിൽ പെട്ടില്ല. ക്ലിയർ ആണ്? ഇതാണ് ക്വാഡ്രാറ്റിക് പ്രോബ്ലമിന്റെ ഗുണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ സിമ്പിൾ ആണ്. ലീനിയർ പ്രോബ്ലമിൽ f of k, i, f of k plus i മോഡ് ക്വാഡ്രാറ്റിക് വരുമ്പോൾ i